പാർലമെന്റ് സർവകക്ഷി യോഗത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം. പ്രധാന ചർച്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിലാണ് വിമർശനം. പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള അവഹേളനമെന്ന് യോഗത്തിൽ CPM. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, നാളെ യോഗം ആരംഭിക്കാനിരിക്കുകയാണ്. വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത് തന്നെ കാണേണ്ടി വരില്ലേ? അമൃത, നാളെയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി ഏതൊക്കെ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് സർവകക്ഷി യോഗം ചേർന്നത്. എന്തായാലും ഈ സർവകക്ഷി യോഗത്തിൽ വലിയ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് പാർലമെന്റിൽ നിരവധി വിഷയങ്ങൾ, അടിയന്തര പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകളിലൊന്നും പ്രധാനമന്ത്രി പങ്കെടുക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ്. ഇത് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൃത്യമായി പാർലമെന്റിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചകൾക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി അതിൽ എത്തണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ സർവകക്ഷി യോഗം എല്ലാം വിളിച്ചിരുന്നു. അതിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നായിരുന്നു പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത്. പക്ഷേ അത്തരമൊരു നിലപാടൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. എന്തായാലും പാർലമെന്റിലെ ചർച്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ വിവിധ വിഷയങ്ങൾ പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് SIR ആണ്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നതെന്നും പ്രതിപക്ഷം ഒന്നടങ്കം ഇന്ന് സർവകക്ഷി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ ചെങ്കോട്ട സ്ഫോടനം, ഇതുകൂടാതെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാജ്യത്തുണ്ടാകുന്ന ആക്രമണങ്ങളടക്കം കൃത്യമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിഭവപൂർവ്വം ഈ വിഷയം പരിഗണിക്കാമെന്നതാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഉറപ്പിൽ വിശ്വാസമില്ല എന്നതാണ് ജോൺ ബ്രിട്ടാസ് MP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും സമാനമായ മറുപടിയായിരുന്നു സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയത്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കേവലം മണിക്കൂറുകൾ മാത്രമായിരുന്നു കൃത്യമായി ചേരുവാൻ സാധിച്ചത്. എന്തായാലും നാളെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ SIR അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ചകൾക്കായി ഉയർത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.